നമ്മള് ബ്ലാക്ക് കനിയാണ്ട് അടുത്തെത്തി. താഴെ പോയ പിന്നെ ഒന്നും കിട്ടിയില്ലണേ. പോപ്പാ വേണ്ടപ്പാ. മഞ്ഞുരുകി വെള്ളമായി പോകുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, വണ്ടി എടുത്തതിന് സംസാരിക്കാൻ പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പം ഇന്ന് അൽമാട്ടിയിൽ നമ്മളെ ലാസ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നാളെയും കൂടി ഉണ്ടല്ലോ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കുറേ സ്ഥലമുണ്ട്. കൈൻഡിയിലേക്ക്, കോൾസായിലേക്ക്, അതായത് 300 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം സമയം 7 മണി. നമ്മൾ 7 മണിക്കേ ഇറങ്ങി. പിന്നെ കൈൻഡിയിലേക്ക്, സാറ്റി വില്ലേജ് ഇതെല്ലാം ഇല്ലേ, കോൾസായിലേക്ക്, ഇങ്ങനത്തെ 2-3 സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ട്. സോ നമ്മൾ രാവിലെ ഇറങ്ങി. 6 മണിയാണ് ഡ്രൈവർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ട് 7 മണിയാക്കി. ഡ്രൈവർ 6 മണിക്കേ വന്നു. എന്തിനെന്ന് അറിയില്ല, നമ്മൾ 7 മണിയാ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മൾ റെഡി ആയിട്ട് തന്നെ ഇറങ്ങി. ഇനിയിപ്പോ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എന്നിട്ട് നേരെ നമുക്ക് പോവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 300 കിലോമീറ്ററാണ് റൂമിൽ നിന്നുള്ളത്. അപ്പോൾ കുറച്ച് രാവിലെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ചെറിയൊരു ഉറക്കം ഉറങ്ങി. എല്ലാത്തിലും സ്നോഫോൾ കാണണം. ഗൈസ്, സ്നോഫോൾ കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കണ്ടു ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ല, പക്ഷെ ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ട്. ഇപ്പൊ സമയം 9:45 നമ്മ 7:00 വന്നത്. എത്തിയിട്ട് ഇനി നമുക്ക് കുറെ പോകാനുണ്ട്. ഇവിടെ അപ്പൊ അതിന്റെ ഇടയിലൊരു ഇത് കണ്ടു. എന്താ പറഞ്ഞിട്ട് പറയുന്നത്? എന്ത് കാനിയോ? ചാൻഡി കാനിയാണോ? അങ്ങനെ ഒരു, അതെ, സ്നോഫോൾ കണ്ടപ്പോ സന്തോഷായി. വരുന്ന വഴിയും രസമുണ്ടായിരുന്നു. കുറച്ചങ്ങ് ഉറങ്ങി. വരുന്ന വഴിയില്ലേ, കണ്ണ് തുറന്നിട്ട് കുറച്ചൊരു 2 സെക്കൻഡ് ഉണ്ടായിട്ടു. നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനില്ലേ, എങ്ങോട്ടേക്ക് എന്തോ പോകാൻ പറഞ്ഞവര്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കുറെ ആൾക്കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. സ്നോഫോൾ പോട്ട് വെച്ചിട്ടാ. അവനാട്ടിൽ നിന്ന് കറക്റ്റ് ഇതിന്റെ തൊപ്പി എടുത്തിട്ടാ. നമുക്ക് പോകാൻ പാ. പേര് കിട്ടി, ചാരിയൻ കാനിയോൺ. അങ്ങനെ ആയിരിക്കും പ്രൊണൗൺസ് ചെയ്ത്. നമ്മളങ്ങനെ വായിച്ചു. ഇതൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ സ്നോഫോൾ? ചെറുങ്ങനെ ഫോട്ടോ എടുക്കാനാ വ്യൂ ഉണ്ടോ? ഹലോ ഗായ്സ്, നമ്മൾ ഇതിലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലേൻ്റെ ഇടയിലേ കൂടി. മനോട്ടിനും അമ്മൂനും ഒന്ന് ജസ്റ്റ് വണ്ടി വരെ പോകേണ്ടി വന്നു അത്യാവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു, ഞാനും അതും ആ ഗ്യാപ്പിൽ. ഇനി എനിക്ക് തോന്നുന്നേ ഇതിലേ കൂടി ഇങ്ങനെ നടന്നിട്ട് ആ താഴലേ കൂടി ഇങ്ങനെ തിരിച്ചു കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് പോവാം. നല്ല മഞ്ഞ് വരുന്നുണ്ട് അല്ലേ? വീഡിയോ പക്ഷെ അറിയുന്നില്ല. അല്ലേ പാൻ്റല്ലേ ഇപ്പോൾ കയ്യിലോക്ക് വെച്ചിന്റെ കൈ കാണിക്ക്. കാണുന്ന കൈസ് നനഞ്ഞ് വീഴുന്ന അത്രയും. അതാ കണ്ട, മഴ പോലെ തന്നെ ചെണ്ടാകുന്നു. നടക്കട്ടെ കേട്ടോ. ഫോൺ അധികം എടുക്കാൻ പറ്റുന്നില്ല, കൈയെല്ലാം നല്ലോണം സംഭവം ഫ്രീസായി. ഓക്കെ ഗൈസ്, ബൈ. നമ്മളിപ്പോൾ കാണുന്ന കൊണ്ട് നോക്കി ഫുള്ള് മഞ്ഞാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ചൂട്, പുറത്ത് ക്ലൈമറ്റ് ഫുള്ള് ചൂട് അല്ലേ? എത്ര പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. നല്ല സ്ഥലം, നല്ല സുഡ്. നമ്മളിപ്പോൾ ബ്ലാക്ക് കാനിയോണിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇവിടെ ചെറിയൊരു ബർഗർ ഷോപ്പ്, പിന്നെ കുറച്ച് ഒരു കഫ്റ്റീരിയ പോലെ ഒരു ഏരിയയും കൂടിയുണ്ട്. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ബ്ലാക്ക് കരിയാണ്ട് അടുത്തെത്തി. സ്ഥലം കാണുന്നതിന് മുന്നേ തന്നെ പൈച്ചിട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ ചോളും പിന്നെ ചായയും കാണിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണിച്ചു കൊടുത്താ വാ, ഇനി അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെ ബ്ലാക്ക് കാനിയോൺ. ഓ നൈസ് പ്ലേസ്. ഊഞ്ഞാലൊക്കെ ഉണ്ട്, പക്ഷേ 2000 ടങ്കയാണ്. ടങ്കേ എടാ, ഊഞ്ഞാലിൽ പൈസ കൊടുക്കണേ. അതിൻ്റെ ആവശ്യമില്ല. താഴെ പോയല്ലേ, എന്താ താഴെ പോയ പിന്നെ ഒന്നും കിട്ടിയില്ലണേ. പോപ്പാ, വേണ്ടപ്പാ, വേണ്ടപ്പാ, വേണ്ടാന്ന്, വേണ്ടടാ, ആവശ്യമില്ല. അവിടെ ആടൊന്നുമില്ല. ഓ നൈസ് 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 നൈസ്. അമ്മ ഒന്ന് മാറും അവിടുന്ന്. ഓ നൈസ് 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 വ്യൂ. മഞ്ഞുരുകി വെള്ളമായി പോകുന്നതാണ് ഈ കാണുന്നത്. ഓ എന്ത് നൈസ് വ്യൂ അല്ലേ. നല്ല അടിപൊളി സാധനം. ചാടണം എന്നിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ഏത് റീൽ എടുക്കണം അതിനുള്ള സോങ് എല്ലാം പറഞ്ഞ സ്റ്റെപ്പ് ഇട്ട് നോക്കുന്നതായിരുന്നു നമ്മുടെ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലാക്ക് കാനിയോണിൽ നമ്മൾ പിന്നെ നേരെ പോയത് കോൾസായി ലേക്കിലാണ്. അതിൻ്റെ ഇടയിൽ സാറ്റി വില്ലേജ് നമ്മൾ ജസ്റ്റ് കണ്ടു, പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തില്ല. സാറ്റി വില്ലേജിൽ നമ്മൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതേ ഉള്ളൂ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷൻ്റെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ഡെസ്റ്റിനേഷൻ്റെ പേര് കറക്റ്റ് നമുക്ക് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. നമ്മളെ ഡ്രൈവർക്ക് റഷ്യൻ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. ആളടിപൊളിയാണ്, പക്ഷേ ലാംഗ്വേജിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഒന്ന് നിർത്തും നിങ്ങളെ എസ്തെറ്റിക്ക്. എന്താ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളിപ്പോ എവിടെ പോന്നേ നമുക്ക് കറക്റ്റ് അറിയുന്നില്ല. സാറ്റി വില്ലേജ് ആണ് ആദ്യം, പിന്നെ സാറ്റി വില്ലേജ് നമ്മൾ ഇറക്കിയിട്ടേക്കുന്ന വില്ലേജ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോ ഇറക്കാനായിരിക്കും, അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ കോൾസായി ലേക്കിന്റെ ചെക്ക് പോയിന്റിലാണ്. അപ്പൊ ആൾക്കാർക്ക് പോകുന്ന ആടെ -11. ഓക്കെ ഗൈസ്, വണ്ടി എടുത്തതിന് സംസാരിക്കാൻ പറ്റില്ല. മോഷൻ സിക്നസ് ടോപ്പാക്കി കാലാവസ്ഥ നോക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഇല്ല വാ.
അടിപൊളി. ഇറ്റ്സ് കോൾസായി ലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഫുള്ള് മഞ്ഞിൽ, ലേക്ക് മൊത്തം മഞ്ഞിൽ മൂടിയിരിക്കുക. യെസ്, നൈസ്. നമ്മളങ്ങനെ കോൾസായി ലേക്കിലെത്തി. നല്ല തണുക്കുന്നത്, കൊട്ടിടാത്തോണ്ടായിരിക്കും. വ്യൂ കാണിച്ചാ? ഓ മൈ ഗോഡ്, നല്ല നമ്മൾ കോൾസായി ലേക്കിലുണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്. ചെയ്യണോ വേണ്ടിയോ എന്നില്ല ആലോചനയിൽ. മനോട്ടൻ എന്തായാലും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ആലോചനയിലാണ് ചെയ്യണോ വേണ്ടിയോ എന്നത്. ഗൈസ്, ഇതാണ് കോൾസെ ലേക്ക്. എൻ്റെ അമ്മയെ ഫ്രോസൺ ആയിട്ട് നോക്കലോ അല്ലേ? -11 പറയില്ല. പക്ഷേ നൈസ് വ്യൂ. ഗൈസ്, ഞങ്ങൾ ഹോഴ്സ് റൈഡ് വേണ്ടാന്ന് വെച്ചു. പകരം നമ്മൾ നടന്നിട്ട് തായം വരെ പോകാന്ന് വിചാരിച്ചു. അല്ലേ മധു? അതെ, കുറച്ചുണ്ട്, എന്നാലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നടക്കാം എന്ന് തീരുമാനിച്ചു. തണുപ്പ് അങ്ങനെ നമുക്ക് -14 ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വ്യൂ കാണിച്ചു കൊടുക്കുന്നല്ലേ? അത് അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നു. അതെ, തിരിച്ചു കൊണ്ടുവരുന്നില്ല. നമുക്ക് അതിലേ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എന്നാ പോണ്ടേ വീട്ടിൽ? അങ്ങനെ ഇവര് ഹോഴ്സിൽ കയറുകയാണ്. നമ്മൾ ലേക്കിൻ്റെ വ്യൂ ആണ്. ഫുള്ള് മഞ്ഞ് മൂടി, ഫുള്ള് വെള്ളം മൊത്തം മഞ്ഞാണ്. ആൾക്കാരിൽ നടന്നിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു അൽമാട്ടി വന്നിട്ട് മസ്റ്റ് വിസിറ്റാണ്. പിന്നെ അവർ 3 പേരും ഹോഴ്സ് റൈഡിങ്ങിന് പോയിട്ടുണ്ട്. ഹായ്. ഇതാണ് ഇവിടുത്തെ ലേക്കിൻ്റെ അവസ്ഥ. ഫുള്ള് ഐസാണ്. അങ്ങനെ നമ്മൾ കസാഖിസ്ഥാനിൽ വന്നിട്ട് നമ്മൾ ഇന്ത്യക്കാർ രണ്ട് പേരെ പരിചയപ്പെട്ടു. ന്യൂഡൽഹി ബേസാണ്. നൈസ് പീപ്പിൾ. നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആവുന്നുണ്ട്. 3 മണിയായി. 3 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞ ഡ്രൈവർ. മോസ്റ്റ്ലി നമ്മൾ ലേറ്റ് ആകും. നെക്സ്റ്റ് സാറ്റി വില്ലേജ് പോവുമായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഐസ് ഇപ്പോൾ നോർമലായിപ്പോൾ. ഇവിടെ നല്ല വെയിലൊക്കെ വന്നു.
നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. നല്ല വെയിലും തണുപ്പുമുണ്ട്, നമുക്ക് വെയിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂ വരാനില്ല, കൺട്രോൾ ചെയ്ത് പോകും. അപ്പോൾ നമ്മളെ ഹോഴ്സ് റൈഡിങ് ടീം മോസ്റ്റ്ലി അവിടെ എത്തിയിട്ടുണ്ടാവും, എന്തായെന്ന് അറിയില്ല, നോക്കാം. ലെറ്റ്സ് സീ. നമ്മളെ ടീം അവിടെ എത്തിയിട്ടുണ്ട്, ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട്. ഫിനിഷ്? Yes. Yeah, okay. A bit scary. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ ഹോഴ്സ് റൈഡിങ്? ഹോഴ്സ് റൈഡ് കൊള്ളാലോ, കൊള്ളാം, നൈസ്. ഞാൻ പേടിച്ച് എന്താ അറിയോ, ഒരു ഗൈഡും ബാക്കി ബാക്കിൽ എല്ലാ ഹോഴ്സിനും ഇങ്ങനെ പുറകെ കെട്ടിയിട്ടുണ്ടാവും. മുമ്പിൽ ഗൈഡ്, ബാക്കിൽ തൊട്ട് ബാക്കിൽ അമ്മൂൻ്റെത് നല്ല അനുസരണയുടെ ഗൈഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകും. എൻ്റെ കുതിര ഇങ്ങനെയാണ്, ഇതിപ്പുറത്തേക്ക് ഇതാണ് ഒരു ഇതാണ്, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ബ്രദർ ഞാൻ ഇറങ്ങുന്നത്, എന്നെ ഇറക്കിക്കോന്നു. ഞാൻ നടന്നിട്ട് തിരിച്ചു പോയിക്കോളാം. അപ്പൊ അയാള് ഇപ്പുറത്തെ സൈഡിലേക്ക് എല്ലാത്തിനും വിളിച്ചു. അപ്പൊ അത് പോയി. പിന്നെ അങ്ങനെ സൈഡിലേക്ക് പോയിട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. എന്റെ നല്ല അനുസരണയുള്ള കുതിരയായിരുന്നു. ചിരിച്ചത് ഇടയ്ക്കിടയ്ക്ക് പായുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മൂന്റെ കുതിരയല്ലേ ഇങ്ങനെ നല്ല കുതിര, എന്നെ പോലെ ഭാഗ്യായി പോവാത്തത്. ഏയ് അല്ല, നിങ്ങൾ പോയതും ഒരു കണക്കിന് ഭാഗ്യായി. അപ്പോൾ നമ്മുടെ കോൾസായി ലേക്ക് സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാന്ന് മൂപ്പര് പറയും. നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഇനിയും നമുക്ക് 2 കിലോമീറ്റർ പോകാനുണ്ട്. 2 കിലോമീറ്റർ അല്ല, 2 മണിക്കൂർ. ഇപ്പൊ 2 മണിക്കൂറായി വരുന്നത്, ഇനി ഉണ്ടോലും 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് നല്ല ഒരു ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ തലവാരേണ്ട ആവശ്യമുള്ള തൊപ്പി വെച്ചാൽ ഞാൻ തൊപ്പി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, നമുക്കൊന്ന് മാർക്കറ്റിലൊന്ന് ചെക്ക് ചെയ്യാം ചായവും മറ്റുണ്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. പെട്രോൾ അടിക്കാൻ കയറിയതാ. ആവശ്യമില്ല. അയ്യോ എന്നെ വേണ്ട. ഫോട്ടോയിലല്ലോ കാണുന്നുണ്ടോ, വീഡിയോയിലോ? ഇറക്കുന്ന കൂടുതൽ കേട്ടാ. നമ്മളങ്ങനെ ശ്വാസം കൂടുതലും തോന്നുന്നു. നമ്മളങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തി. എന്നിട്ട് നമ്മളെ സാധനമെല്ലാം തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്പൈസ് മന്ത്ര, അതെ, റെസ്റ്റോറന്റ് മാറ്റി പിടിച്ചു സ്പൈസ് മന്ത്ര. നമ്മളെ കോലം കണ്ടിട്ട് ആരും ചേട്ടൻ നമ്മള് റൂമിൽ പോയിട്ട് എല്ലാവർക്കും തോന്നി ഇത് മാത്രമേ ഇല്ലൂ ഇടായിരുന്നു, ഉള്ളിൽ ഡ്രസ് ഉണ്ട്. അതെ, ഇത് ഇട്ടിട്ട് തന്നെ ഇപ്പൊ കഴിയുന്നില്ല. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നമ്മ എപ്പോഴും വരുന്ന സ്ട്രീറ്റ് അല്ല സിറ്റി അല്ല, ഇത് വേറെ തന്നെ സിറ്റി. നല്ലുണ്ട്, ഫസ്റ്റ് ടൈം. കൊള്ളാന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കിയിട്ടൊക്കെ പറയാം. ബൈ. അതെ, വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ. നമ്മളങ്ങനെ സ്പൈസ് മന്ത്രയിലെത്തി. നമ്മൾ എന്താ ഓർഡർ ചെയ്യണ്ടേ നോക്കട്ടെ. സ്പൈസ് മന്ത്ര. നമ്മളെ ഫുഡ് വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി. അതെ, നമ്മളെ നാന്, ഫ്രൈഡ് റൈസ്, ചിക്കൻ കടായി ആൻഡ് ടീപോട്ട് കഴിച്ചിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. അല്ലേ, നല്ല ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് ഫുള്ളായി. എന്നെ പോകണം.
കുളിക്കണം, കിടന്നുറങ്ങണം. നാളെ നമ്മൾ പാക്ക് ചെയ്യും, നേരെ തിരിച്ച് നമ്മുടെ അതെ, വീട്ടിലേക്ക്. നാളെ 3 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ നേരെ തിരിച്ചു. ഒരുപാട് ഇന്ത്യക്കാരുണ്ട് കഴിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ വേറെ ഒന്നും കാണിക്കാനില്ല, നമ്മൾ നേരെ വീട്ടിൽ പോകുന്നത്, അല്ലാണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, നേരെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ. ബൈ ഫ്രം കസാക്കിസ്ഥാൻ.